الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ഏറെ മഹനീയമായ രാപ്പകലുകൾ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കടന്നു വന്നതുപോലെ റമദാൻ നമ്മിലേക്ക് നമുക്ക് തോന്നുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇന്നലെ കടന്നു വന്നതുപോലെ വളരെ പെട്ടെന്ന് നമ്മോട് യാത്ര പറയുകയാണ് റമദാൻ. റമദാനിൻ്റെ പാതിഭാഗവും നമ്മോട് പിന്നിട്ട് 16-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഒരു ഹിജ്റ 2-ാം വർഷം റമദാൻ 16 കഴിഞ്ഞ് 17-നാണ് ഇസ്ലാമിൽ ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാമിനെ തകർക്കാൻ പുറപ്പെട്ട മക്കയിലെ ഖുറൈശികളും
മുസ്ലിങ്ങളും തമ്മിൽ മദീനക്കടുത്തുള്ള ബദറിൽ വെച്ചുകൊണ്ട് നടന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. വിശുദ്ധ ഖുർആൻ ആ യുദ്ധത്തെ വിളിച്ചിട്ടുള്ളത് യൗമുൽ ഫുർഖാൻ, സത്യ വിവേചനത്തിന്റെ ദിവസം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിളിച്ചിട്ടുള്ളത്. ബദർ യുദ്ധം ഉണ്ടാവാൻ ഉള്ള കാരണം, അതുപോലെ തന്നെ ബദറിന്റെ ചരിത്രം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെടാറുള്ളത്. പല ആളുകളും ബദർ യുദ്ധം അതൊരു തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമൊക്കെ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ കോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതേ രൂപത്തിൽ ബദർ യുദ്ധം അത് നമുക്ക് ബദറുമാല പാടുവാനും ബദർ മൗലിദ് ആചരിക്കുവാനും ആണ്ട് കഴിക്കാനും ഒക്കെയുള്ള തെളിവാണ് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ബദറിനെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ സത്യവിശ്വാസികൾക്ക് അതിൽ കൃത്യവും വ്യക്തവുമായ ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബദർ അത് ഉണ്ടാവാനുള്ള കാരണം അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മുശ്രിക്കുകളായ ഒരു വിഭാഗം ആളുകളോട് അവർ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ പോയി നടത്തിയ ഒരു യുദ്ധമല്ല ബദർ യുദ്ധം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ ആ മുശ്രിക്കുകളോടൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഒക്കെ തന്നെ അവർ മനസ്സിലാക്കിയ ഈ സത്യത്തിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അഥവാ ശുദ്ധമായ കലർപ്പില്ലാത്ത തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി അകന്നുകൊണ്ട് ജീവിക്കുവാൻ അതിനുള്ള അവസരം മക്കയിലില്ല. അതിനുള്ള അവസരം മക്കയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അല്ല, മക്കക്കാർ ഖുറൈശികൾ അതിനുള്ള അവസരം അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും നൽകിയില്ല. അങ്ങനെ നൽകിയില്ല എന്ന് മാത്രമല്ല, അത്തരം വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ വിശേഷം വരെ മക്കയുടെ മണ്ണിൽ സംജാതമായപ്പോ നമുക്കറിയാം. അബ്സീനിയയിലേക്കും മദീനയിലേക്കും ഒക്കെ സ്വഹാബത്തും പ്രവാചകനും ഒക്കെ ഹിജ്റ പോയ സന്ദർഭങ്ങൾ. അതെന്തുകൊണ്ടാണ്? മക്കയിൽ ജീവിക്കാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ രൂപത്തിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തും മക്കയിലേക്ക് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ളത്. ഹിജ്റ പോവുക എന്നത് അത് കേവലം ഒരു ആനന്ദമുള്ള, ഒരു ആഹ്ലാദമുള്ള, ഒരു സന്തോഷം നൽകുന്ന ഏർപ്പാടായിരുന്നില്ല. മറിച്ച് തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച്, താൻ ഇന്നുവരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച്, സർവ്വതും നഷ്ടപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെന്ന അദമ്യമായ ആഗ്രഹം കൊണ്ട്, അതുകൊണ്ട് മാത്രമേ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുമെന്ന ഉറച്ച യഖീനുള്ള ഈമാൻ കൊണ്ട്, ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് വന്നപ്പോൾ മാത്രമാണ് മദീനയെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്, അബ്സീനിയെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഹിജ്റ എന്ന പലായനം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. എത്രത്തോളം നമുക്കറിയാമല്ലോ. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമയിൽ നിന്ന് അടിമയായിട്ടാണ് മക്കയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അടിമയായിട്ട് ചെറുപ്പത്തിൽ കടന്നു വന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിന്റെ ഉടമ മോചിപ്പിക്കുകയും അദ്ദേഹം സ്വതന്ത്രനാക്കുകയും തന്റെ കച്ചവടത്തിൽ ഭാഗമാക്കി ഷെയർ കൊടുക്കുകയും പാർട്ട്ണറാക്കി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും അദ്ദേഹം വലിയ ഒരു സമ്പന്നനായി മാറുകയാണ്. പക്ഷേ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വെള്ളി വെളിച്ചം അദ്ദേഹത്തിന്റെ കർണപടങ്ങളിലേക്ക് എത്തിയപ്പോ അദ്ദേഹവും സ്വീകരിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹിജ്റ പോയതറിഞ്ഞ്, മദീനയിലേക്ക് പലായനം ചെയ്തതറിഞ്ഞ് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന ഒരു രംഗമുണ്ട്. ഹിജ്റ പോകുന്ന സമയത്ത് തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും എടുത്തിട്ടാണ് അദ്ദേഹം ഹിജ്റ പോകുന്നത്. ആ സമ്പാദ്യങ്ങളുമൊക്കെ ആയിക്കൊണ്ട് അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് മക്കക്കാർ വന്ന്, ഖുറൈശികൾ വന്ന് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ടുള്ള ഒരു വർത്തമാനം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവര് വന്നു പറഞ്ഞു, സുഹൈബേ അതൈനാ സുഅലൂകൻ ഹഖീറ ഫകസുറ മാലുക ഇൻദനാ വബലഗത അല്ലതി ബലഗത.
സുഹൈബെ, അങ്ങ് റോമിൽ നിന്ന് വളരെ നിന്ദ്യനായ ഹഖീറായ നിന്ദ്യനായ ഒരു അടിമയായി ഞങ്ങളിലേക്ക് കടന്നു വന്ന് അങ്ങനെ ഞങ്ങളുടെ സമ്പത്തുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഇടയിൽ നീ കച്ചവടം നടത്തി ഇന്ന് നീ ഏതൊരു അവസ്ഥയിൽ സമ്പന്നതയുടെ ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ അതൊക്കെ നീ നേടിയെടുത്തത് ഞങ്ങളെ കൊണ്ടാണ്, ഞങ്ങളിലൂടെയാണ്. നിന്റെ ശരീരവും നിന്റെ സമ്പത്തുമായിട്ട് ഇവിടുന്ന് അങ്ങ് കടന്നു കളയാം, അങ്ങ് മദീനയിൽ പോയി സുഖത്തോടുകൂടെ ജീവിക്കാമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, വല്ലാഹി ലാ യകുനു ദാലിക്, ഇല്ല, ഞങ്ങൾ അനുവദിക്കുകയില്ല. അല്ലാഹുവാണ് ഞങ്ങൾ നിന്നെ അതിന് അനുവദിക്കുകയില്ല. വഖാല ലഹും സുഹൈബ് അവരോട് ചോദിച്ചത്, അറഅയ്തും ഇൻ ജഅൽതു ലക്കും മാലി അതുഖല്ലൂന സബീലി, അല്ല, ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച എന്റെ മുഴുവൻ സമ്പാദ്യങ്ങൾക്കും നിങ്ങൾക്ക് അങ്ങ് നൽകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? എന്നെ പോകാൻ അനുവദിക്കുമോ? ഖാലൂ നഅം, അവര് പറഞ്ഞു അതെ. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് വരെ ഒരു മനുഷ്യൻ നേടിയെടുത്ത മുഴുവൻ സമ്പാദ്യങ്ങളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഒരാൾ ഉപേക്ഷിക്കുകയോ ഈ ദീനിന് വേണ്ടി ഒരാൾ ഒഴിവാക്കി തരികയോ അത് ഞങ്ങൾക്ക് വിട്ടു തരികയോ അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവര് പറഞ്ഞു നഅം, അതെ, ഞങ്ങൾ വിട്ടയക്കാം. മഹാനായ സുഹൈബ് റൂമി കംപ്ലീറ്റ് തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും മുഴുവൻ സമ്പാദ്യങ്ങൾക്കും അവർക്ക് നൽകിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെല്ലുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബ്ബിഹ സുഹൈബ്, സുഹൈബ് ഇതാ ലാഭം കൊയ്തിരിക്കുന്നു, സുഹൈബ് അതുല്യമായ ലാഭം കൊയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചരിത്രമുണ്ട്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് സമ്പത്ത് ഉപേക്ഷിച്ച് സർവ്വതും ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് അവർ യാത്ര പോയിട്ടുള്ളത്. പക്ഷേ ആ മദീനയിലും അവർക്ക് സ്വസ്ഥത, സത്യവിശ്വാസികൾക്ക് സ്വാസ്ഥ്യമായി സ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ മക്കയിലുള്ള ആളുകൾ അവസരം നൽകിയിട്ടില്ല. പല രൂപത്തിലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. മുസ്ലിമീങ്ങളുടെ സമ്പത്തുകൾ ഉപേക്ഷിച്ചു പോന്ന സമ്പത്തുകൾ മുഴുവനും എടുത്ത് അതേ രൂപത്തിൽ തന്നെ മക്കക്കാരായ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം കഴിവിന്റെ പരമാവധി തുകകൾ എടുത്തുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘത്തെ ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, ആ കൊണ്ടുവരുന്ന ലാഭം ഒന്നുപോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. മദീനയിൽ അവർ സുഖലോലുവരായി ജീവിക്കുകയാണ്, സമാധാനത്തോടുകൂടി മുഅ്മിനീങ്ങൾ ജീവിക്കുകയാണ്. ഓരോ ദിവസവും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവർ വളർന്നു വന്നാൽ മക്കയിൽ നിന്ന് വരികയും ഇവിടെ നമ്മെ പിടിച്ചടക്കുകയും നമ്മെ ആക്രമിക്കുകയും നാം ചെയ്ത പീഡനങ്ങൾക്കും ക്രൂരതകൾക്കും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയവർ അതിനു മുമ്പേ മദീനയെ അടിക്കാനും മദീനയെ തകർക്കാനും പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യാനുമുള്ള പരിശ്രമങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. അതിന്റെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് മക്കൈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകളെ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് അയക്കുന്നത്. ലാഭം ഉണ്ടാക്കാനല്ല, ആ ലാഭം കൊണ്ട് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് മദീനക്കാരെ മുസ്ലിമീങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി സംസാരിച്ച് അവരിൽ നിന്ന് കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് അവരെ തടയാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ഒരു മുശ്രിക്കുകളെ തകർക്കുക, ഇസ്ലാമിന്റെ വിരോധികളെ തകർക്കുക, അവരോട് പോയി യുദ്ധം ചെയ്യുക എന്നതല്ല, മറിച്ച് തങ്ങൾക്ക് നേരെ അതിക്രമത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ഈ വിഭാഗത്തെ തടയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ തിരിച്ചു വരുമ്പോ അവരെ പിടികൂടുവാനും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഒരു യുദ്ധത്തിന്റെ സന്ദർഭമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഉണ്ടായിരുന്നത്. കേവലം 2 കുതിരകൾ, അതുപോലെ തന്നെ 70 ഒട്ടകങ്ങൾ, പൊട്ടിയതും മുറിഞ്ഞതുമായ അറബികൾ സാധാരണ ഉപയോഗിക്കാറുള്ള വാളുകൾ. ഇതിനപ്പുറത്ത് അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 310-ലധികം 319 വരെ എന്ന ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. 313 319 ഒക്കെ എണ്ണമുള്ള ഏതാനും കുറച്ച് ആളുകൾ മാത്രമാണ് അവിടേക്ക് ചെല്ലുന്നത്. ചരിത്രം വിശാലമായി പറയാനുള്ള സമയമില്ല, നമുക്കറിയാം. പക്ഷേ അവിടേക്ക് എത്തിയ സമയത്ത് ആ അബൂ സുഫിയാൻ കൗശലക്കാരനാണ്, വളരെയധികം തന്ത്രക്കാരനാണ്. അദ്ദേഹത്തിന് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീക്കം മനസ്സിലാക്കിയ അബൂ സുഫിയാൻ തന്റെ അനുയായികളെയും കൂട്ടി ജിദ്ദ വഴി കടൽ തീരത്തുകൂടെ
മക്കയിലേക്ക് എത്തുകയാണ്. അപ്പോൾ തന്നെ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട്, ഞങ്ങൾ അപകടത്തിലാണ്, അവിടെ നിന്ന് കുറച്ച് ആളുകൾ വരണം. അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഒരു വലിയ സൈന്യം തന്നെ, 1000ഓളം കുതിരകളും 700 ഒട്ടകങ്ങളുമുള്ള ഒരു വലിയ സൈന്യം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് തലേന്നാണ് വിവരം അറിയുന്നത്, ഇതാ മദീനയിലേക്ക് എത്താനായിട്ടുണ്ട്, ബദറിന്റെ സമീപത്തേക്ക് എത്താറായിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നത് അപ്പോഴാണ് അറിയുന്നത്. അവിടെ സ്വഹാബത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്ത സമയത്ത് പല ആളുകൾക്കും ഭയത്തോടു കൂടി ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിന് എതിരിടുക? കാരണം ഒരു വലിയ സൈന്യത്തെ, സായുധരായ സൈന്യത്തെ നമ്മൾ എങ്ങനെ നേരിടും? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമായി പല ചർച്ചകളും നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ തയ്യാറാണ്, അങ്ങയോടൊപ്പം അവരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അബൂ സുഫിയാൻ അബൂജഹലിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്, ഇനി തിരിച്ചു പോന്നോളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അബൂജഹൽ പറഞ്ഞു, ഇല്ല, ഇനിയൊരു യുദ്ധമില്ലാതെ ഞങ്ങൾ തിരിച്ചു പോരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബദറിൽ തമ്പടിച്ചിരിക്കുകയാണ് അബൂജഹലും കൂട്ടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ലാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീൽ മൂസ, മൂസാ നബിയോട് ബനു ഇസ്രായേലിയർ പറഞ്ഞതുപോലെ നബിയെ അങ്ങയോട് ഞങ്ങൾ പറയില്ല. എന്താ അവര് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദുൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്താൽ മതി, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ഞങ്ങൾ പറയില്ല. മറിച്ച് അങ്ങയോടൊപ്പം റസൂലേ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ, മറ്റു ചില സ്വഹാബാക്കൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബാക്കൾ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പകർന്നു കൊടുത്തുകൊണ്ട് സ്വഹാബാക്കൾ പ്രവാചകനോടൊപ്പം കൂടി. അങ്ങനെയാണ് സത്യത്തിൽ ബദർ ഉണ്ടാകുന്നത്. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും പ്രചരിപ്പിക്കുന്നത് പോലെ തൗഹീദിന്റെ എതിർകക്ഷികളെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിർകക്ഷികളെ അവരെ പോയി തകർക്കുവാനും ഇല്ലാതാക്കുവാനും വേണ്ടി നടന്ന യുദ്ധമല്ല ഈ ബദർ യുദ്ധം. നമ്മൾ അതിനുള്ള തെളിവല്ല ബദർ യുദ്ധം. അതിനുവേണ്ടി കോട്ട് ചെയ്യേണ്ടതല്ല ബദർ യുദ്ധം. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബദറിന് കൃത്യമായ ചില സാന്ദർഭികമായ വശങ്ങളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബദറുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖത, ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയ ആ ബദർ യുദ്ധം, അതിൽ ഖദ് കാന ലക്കും ആയ, നിങ്ങൾക്ക് ചില പാഠങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലഖദ് നസറക്കും അല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ആ സഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആയുധമില്ലാത്ത, വാഹനമില്ലാത്ത, കുതിരകളോ ഒട്ടകങ്ങളോ ഇല്ലാത്ത, ആൾബലമില്ലാത്ത, കേവലം ശത്രുക്കളുടെ 1/3 മാത്രം ഉണ്ടായിരുന്ന നിങ്ങളെ വലഖദ് നസറക്കുമുല്ലാഹ്, നിങ്ങളെ സഹായിച്ചത് അല്ലാഹുവാണ്. ബിബദ്ർ, അള്ളാഹുവിന്റെ സഹായമാണ് അവർക്ക് ലഭിച്ചുള്ളത്. അതില്ല, നിങ്ങൾ ഒന്നുമില്ലാത്തവരായിരുന്നു, നിങ്ങൾ നിന്ദ്യരായിരുന്നു, നിങ്ങളുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തെല്ലാം പാഠങ്ങളാണ് സഹോദരങ്ങളെ അതിലൂടെ ഉള്ളത്? ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദറിന്റെ രാത്രി 16ന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ നോക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ദ യദൈഹി വജഅല യഹ്തിഫു ബിറബ്ബിഹി, അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്രിക ഹാദിഹൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദി അബദാ. പടച്ച റബ്ബേ, നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇൻ തുഹ്രിക ഹാദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഈ ബദറിന്റെ മണ്ണിൽ വെച്ച് നീ നശിപ്പിക്കുകയാണെങ്കിൽ ലാ തുഅബദു ഫിൽ അർദി അബദാ, പിന്നെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂമി ലോകത്ത് മറ്റൊരു മനുഷ്യനുണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ നീ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ബദറിന്റെ രാവിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട് പ്രവാചകന്റെ സമീപത്തേക്ക്. റസൂലുള്ളാഹ് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട്
അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് തന്റെ തോളിലുണ്ടായിരുന്ന ആ തട്ടം പോലും ഷോള് പോലും തായോട്ട് വീണുപോയി. അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ ഷോൾ എടുത്ത് പ്രവാചകന്റെ ചുമലിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മദി നബിയെ ഇത്ര മതി പ്രാർത്ഥിച്ചത്, അല്ലാഹ് നമ്മളെ കൈവിടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വല്ലാത്തൊരായുധമാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വല്ലാത്തൊരായുധമാണ്. പക്ഷേ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രാർത്ഥന കൂടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരാണ് ആ പ്രാർത്ഥന നടത്തുന്നത്? അബൂജഹലാണ് പ്രാർത്ഥന നടത്തുന്നത്. അല്ലാഹുവേ, നേർമാർഗം ലഭിച്ച ഈ വിഭാഗത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകളെ നീ രക്ഷിക്കണേ, നീ അവർക്ക് വിജയം നൽകണേ. ഞങ്ങൾ മുഹമ്മദ് ഞങ്ങളുടെ കുടുംബ ബന്ധം മുറിച്ചവനാണ്. ഞങ്ങൾക്ക് അപരിചിതമായ ചില ആശയങ്ങളും ആദർശങ്ങളുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നതാണ്. അതുകൊണ്ട് നാളെയുടെ പ്രഭാതത്തിൽ അവനെ നീ പരാജയപ്പെടുത്തണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, ബദറിൽ രണ്ട് വിഭാഗം ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആർക്കാണ് അള്ളാഹു വിജയം നൽകുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിജയം നൽകുന്നത്, സ്വഹാബത്തിനാണ് വിജയം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അതെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം പടച്ച റബ്ബ് പറയാണ്, നിങ്ങൾക്ക് സഹായം നൽകാൻ, നിങ്ങൾക്ക് വിജയം നൽകാനുള്ള നിദാനം കാരണം ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തതാണ്. ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെയായി വരുന്ന 1000 മലക്കുകൾ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പടച്ചവൻ ഉത്തരം കൊടുക്കുകയാണ്, മറുപടി കൊടുക്കുകയാണ്. എന്തേ അള്ളാഹു പ്രവാചകനെ സഹായിക്കാനുള്ള കാരണം? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ രണ്ട് വിഭാഗമാണുള്ളത്. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ. അബൂജഹലും മറ്റുള്ളവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരല്ല. ഈ വേളയിൽ പോലും, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവരുടെ പ്രാർത്ഥനകളും അള്ളാഹുവേ എന്ന് വിളിച്ചിട്ടാണ്. പക്ഷേ അബൂജഹലിന്റെയും ശത്രുക്കളുടെയും മുശ്രിക്കുകളുടെയും പ്രാർത്ഥന അള്ളാഹുവല്ലാത്തവരോടും ഉണ്ടാവാറുണ്ട്. ഒരു വിശ്വാസി, അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിൽ പാഠമുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ത് പാഠമാണ് സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഇത് തൗഹീദിന്റെ ആദർശമാണ്, പ്രവാചകന്റെ തൗഹീദിന്റെ വിജയമാണ്. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായപ്പോ അള്ളാഹു നൽകിയ വിജയമാണ്. ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ടിട്ട് പലരും പറയാറില്ലേ? ഇസ്തിഗാസയുടെ അർത്ഥം എന്താ? സഹായം തേടുക. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ സഹായം തേടുകയാണെന്ന് മുസ്ലിം സഹോദരങ്ങളിൽപ്പെട്ട പല ആളുകളും പറയാറില്ലേ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ആ പദപ്രയോഗം ഉപയോഗിച്ചിട്ട് മരണപ്പെട്ടു പോയ ആളുകളോട്, ഔലിയാക്കളോട്, ബദരീങ്ങളോട് വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ? പ്രാർത്ഥനകളും സഹായത്തട്ടങ്ങളും നടത്തുന്ന ആളുകളില്ലേ? നോക്കൂ, അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗം ഇത് തദ്ഊന എന്നല്ല, ഇത് തസ്തഗീസൂന. നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. ആരോട്? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടത്, നമ്മൾ സഹായം തേടേണ്ടത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് ഈ ബദറിന്റെ ഏറ്റവും വലിയ സന്ദേശം. തൗഹീദാണ്. അല്ലാഹുവേ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. വഇയ്യാക നസ്തഈൻ. ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട, ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്. ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടേ ദുആ ചെയ്യുകയുള്ളൂ. ഇതാണ് ബദരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടുള്ളത്. വലാ ഉശ്രികു ബിഹി അഹദ, ഇല്ല ഒരാളോടും ഞാൻ അല്ലാഹുവിനെ പങ്കു ചേർക്കുകയില്ല. സഹോദരങ്ങളെ, ഈ പാഠം ഉൾക്കൊള്ളാൻ നാം തയ്യാറാവേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാലോ, ബദരീങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, ബദരീങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്നുള്ള പേരിൽ, അവരെ ഓർമ്മിക്കുക, അവരെ സ്മരിക്കുക എന്നുള്ള പേരിൽ ഇന്നും നാളെയും ഒക്കെ നമ്മുടെ നാടുകളിൽ പല രൂപത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ്, ആണ്ട് നടക്കുകയാണ്. ബദരീങ്ങളുടെ സദസ്സുകൾ, മജ്ലിസുകൾ രൂപപ്പെടുത്തുകയാണ്, സജ്ജീകരിക്കപ്പെടുകയാണ്. അവിടെ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്?
എന്താണ് അവിടെ നൽകപ്പെടുന്നത്? ഈ ബദരീങ്ങൾ. ഏതാണ് ബദരീങ്ങൾ? ബദർ യുദ്ധത്തിന്റെ തലേന്ന് പോലും റഹ്മാനായ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ച, അല്ല റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച ആ ബദരീങ്ങളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ബദർമാലയിൽ നമുക്ക് കാണാം, ദാഹം, വിശപ്പോ, കൊടുമ, തളർച്ചയോ, തടിയിൽ മരിയുമോ, ജിൻ ശൈത്താൻ ചതിയാലോ, ദേഹം വലഞ്ഞവൻ ഈ പേരിനെ ചെല്ലുകിൽ തീരും മുനമേ ശിഫയാകുമെന്നോവർ. എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും, ദാഹമോ വിശപ്പോ, അതല്ലെങ്കിൽ തടിയിൽ മരിയതോ, രോഗമോ, പ്രശ്നങ്ങളോ, പ്രയാസങ്ങളോ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പേരിന്, ബദരീങ്ങളുടെ പേര് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില വീടുകളുടെ മുമ്പിൽ, ചില വാഹനങ്ങളിൽ, ചില കടകളിൽ ബദരീങ്ങളുടെ പേര് കെട്ടിത്തൂക്കിയാൽ, അത് ചൊല്ലിയാൽ തീരും മുനമേ ശിഫയാകുമെന്നോവർ. അത് ചൊല്ലി തീരുന്നതിന് മുമ്പ് ശിഫയാകുമെന്ന് സഹോദരങ്ങളെ, പ്ലേഗ് വന്നുകൊണ്ട്, അതുപോലെ തന്നെ കൊലക്കത്തിക്കിരയായിക്കൊണ്ട് ക്രൂരമായി കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെട്ട എത്ര ബദരീങ്ങളാണുള്ളത്. ഈ ബദരീങ്ങളാണ് അടുത്ത ഉഹദിൽ പങ്കെടുത്തിട്ടുള്ളത്. എത്ര പേരാണ് ഷഹീദായിട്ടുള്ളത് ഈ ബദരീങ്ങൾ? എത്ര പേരാണ് പ്ലേഗ് ബാധിച്ച് രോഗപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളല്ലേ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴുത്തറത്തിട്ടല്ലേ സഹോദരങ്ങളെ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? ബദരീങ്ങളല്ലേ. പക്ഷേ ആ ബദരീങ്ങളോട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് യമം ബിഹി ഹല്ലറദ വമം ബിഹി നകിദ കുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദർ ശുഹദാ. ആലോചിച്ചു, ഇത്ര സഹോദരങ്ങൾ, എത്ര വേദനാജനകമായ വരികളാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, പടച്ചവനെ എന്ന് വിളിക്കാനല്ല, അഹ്ലു ബദർ ശുഹദാ, ബദരീങ്ങളെ എന്ന് വിളിച്ചോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്തൊരു സങ്കടകരമാണ് സഹോദരങ്ങളെ. മഹാന്മാരായ ബദരീങ്ങൾ ഏതൊരു ആദർശം പറയാൻ വേണ്ടിയിട്ടാണോ, ഏതൊരു ആദർശം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ അവർ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്, അവർ അന്ന് ബദറിന്റെ അടക്കളത്തിൽ പോരാടിയിട്ടുള്ളത്, ആ ശുദ്ധമായ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയല്ലേ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നത്? സഹോദരങ്ങളെ, ആരും വിമർശിക്കാനല്ല, സ്വയം ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാഹുവല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹുവല്ലാത്തവരോട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ ബദരീങ്ങളോട് ഏതുപോലെയാ സഹോദരങ്ങളൊക്കെ? മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹുവാൻ, ഫഅബ്ദു, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷേ പിൽക്കാലത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? യേശുവേ കാക്കണേ, കർത്താവേ കാക്കണേ. ആരെയാ വിളിച്ചത്? ഈ തൗഹീദ് പഠിപ്പിച്ച ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ലോകത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ആ ചരിത്രം മുസ്ലിമീങ്ങളായ, തൗഹീദിന്റെ ആളുകളായ, ഖുർആനിന്റെ ആളുകളായ നാം ഓരോരുത്തരും മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിക്കുക എന്ന പേരിൽ ഈ ചരിത്രം നമ്മളും ആവർത്തിക്കുകയാണെങ്കിൽ, ഇല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. കൊടിയ ശിർക്കാണത്, ഏറ്റവും വലിയ പാതകമാണത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ പാതകവും അക്രമവുമായ ശിർക്കായി അത് മാറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് പേരിലും ബദരീങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. അവർ മരിച്ചവരാണെന്ന് പോലും നിങ്ങൾ പറയരുതെന്ന ഖുർആൻ പറഞ്ഞത്. പക്ഷെ ഇവിടെയല്ല, അള്ളാഹുവിന്റെ സമീപത്ത് അവർ ജീവനോടെയുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഉപജീവനങ്ങൾ, ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്. അവർ സന്തോഷത്തിലാണ്, അവർ ആഹ്ലാദിക്കുകയാണ്, അവരെ അള്ളാഹ് ആദരിച്ചവരാണ്. സത്യമാണതൊക്കെ. പക്ഷേ അതൊന്നും അവരോട് പ്രാർത്ഥിക്കാനുള്ള കാരണമല്ല. അങ്ങനെയായി നമ്മൾ തിരഞ്ഞെടുക്കരുത്. ആരായാലും അവർക്ക് അള്ളാഹുവിന്റെ മഖ്ലൂഖാൻ, പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളിൽ, ബിദ്അത്തുകളിൽ, ശിർക്കുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശുദ്ധമായ തൗഹീദ്, ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആദർശവും ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ഈ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പാഠമെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതുവരെ കലർപ്പില്ലാത്ത, വക്രതയില്ലാത്ത കൃത്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷങ്ങളെ കൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സമീപത്ത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതാണ്. അത് ഒന്നാം ആകാശത്തേക്ക് ഒന്നിച്ചവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ റമദാനിലെ ഏത് രാവിലാണ് എന്ന് കൃത്യമായി അറിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊടുക്കുകയും പിന്നീട് അത് മറന്നുപോയി എന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടതും അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഹറൗ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്നും അതുപോലെ തന്നെ അതിന്റെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ അതിന് കൂടുതൽ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ അഭിഷേകമായിട്ട് വന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള, അതല്ലെങ്കിൽ 1000 മാസങ്ങളിൽ ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ, 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷം വരും. നമ്മൾ 83 വർഷം ജീവിച്ചാൽ തന്നെ നമ്മൾ അവസ്ഥ ആലോചിച്ചു. നമ്മുടെ ഉറക്കവും നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എവിടെയാണ് നമുക്ക് ഇബാദത്തിനുള്ള സമയം? പക്ഷെ നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹാ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഈ റമദാൻ അതിന്റെ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ അവസാനത്തെ 10 നമ്മിലേക്ക് കടന്നു വരികയാണ്. ഏറെ മഹനീയമായ രാപ്പകലുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, എന്താണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ, നീ മാപ്പ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, ഞങ്ങളോട് നീ മാപ്പ് കാണിക്കണേ, പുറത്തു തരണേ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. പലരും പ്രാർത്ഥിക്കാറ് അഫുൻ എന്നാണ്. അഫുവിനല്ല, അഫുവ്വുൻ. ഫാഇന് ദമ്മാണ്, വാവിന് ശദ്ദുണ്ട്. അതേ രൂപത്തിൽ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. അതിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയായ രാവുകളിലൊക്കെ പള്ളികളിൽ തന്നെ സജീവമായി കൊണ്ട് ഇബാദത്തുകളിൽ മുഴുകാൻ, പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണങ്ങളിലും അദ്കാറുകളിലും ഒക്കെയായി ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാൻ, സജീവമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു ഓഫർ ചെയ്ത പ്രതിഫലം കരസ്ഥമാക്കാൻ നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.